നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് 14.7 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. റോഡ് പദ്ധതികൾക്കാണ് മൂവാറ്റുപുഴയ്ക്കായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് മികച്ച നേട്ടം. അനുമതിക്കായി ബജറ്റിലേക്ക് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച 30 പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. ഇതിൽ 6 പദ്ധതികൾക്കായി 14.7 കോടി രൂപ അനുവദിച്ചതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ഇന്നത്തെ ബഡ്ജറ്റ് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അങ്ങേയറ്റം അഭിമാനമുള്ള ഒരു ബഡ്ജറ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴ പ്രതിനിധീകരിച്ച് ഓരോ ബഡ്ജറ്റുകൾ വരുമ്പോൾ ധാരാളം പദ്ധതികൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും സർക്കാരിൻ്റെ നിലപാട് തീർത്തും നിരാശാജനകമായി. ഈ തവണ സമർപ്പിച്ച എല്ലാ പദ്ധതികളും 30 പദ്ധതികളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്ന് മാത്രമല്ല, ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ച പ്രധാന പദ്ധതികൾ ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ വർക്ക് മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി മാത്രം സ്പെസിഫിക്കലി അലോട്ട് ചെയ്യും. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഇന്ന് മൂവാറ്റുപുഴയിലുള്ളതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രയാസവും ഒരു പ്രശ്നവുമായി ഞാൻ കാണുന്നത്, ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തിൻ്റെ ജീവനാടി പോലെ നിൽക്കുന്ന MVIP, PVIP കനാലുകളുടെ ദയനീയ സ്ഥിതിയാണ്. ആ കനാലുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. PVIP കനാലിൻ്റെ നവീകരണത്തിനുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. MVIP കനാലിനും സമാനമായ പുനരുദ്ധാരണം ഉണ്ടാകുക ഏറ്റവും അടിയന്തരമായി മൂവാറ്റുപുഴ നാടിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിലയിൽ ഇപ്പോൾ നമ്മൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന അമ്പലമ്പടി വീട്ടൂർ റോഡ്, അതുപോലെ വാളിയപ്പാടം മാറാടി റോഡ് അടക്കം, അതുപോലെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ പുതിയൊരു സ്പോർട്സ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ സിറ്റിയുടെ നവീകരണം, അതുകൂടാതെ മറ്റ് ഏതാനും റോഡുകൾ അടക്കമുള്ള റോഡുകളുടെ അംഗീകാരം നമുക്ക് ലഭിച്ചു. അതുകൂടാതെ 30ഓളം പദ്ധതികൾ, ബൃഹത്തായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂവാറ്റുപുഴയെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശ്രമത്തിൽ ഈ ബഡ്ജറ്റ് വലിയ ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സഹായിക്കും. തീർച്ചയായിട്ടും ബഹുമാനായ മുഖ്യമന്ത്രിയോട് വലിയ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ടുണ്ട്. അതിനുവേണ്ടി മുൻകൂട്ടായിട്ട് പരിശ്രമിക്കാൻ മാത്രം പറയുന്നു. നന്ദി. റോഡ് പദ്ധതികൾക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത്. മണ്ഡലത്തിലെ റോഡുകൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി മാത്യു കുഴൽനാടൻ MLA ബജറ്റിന് മുന്നോടിയായി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അമ്പലമ്പടി വീട്ടൂർ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിന് 3.5 കോടി രൂപ അനുവദിച്ചു. വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് വികസനത്തിന് 1 കോടി രൂപയും മൂവാറ്റുപുഴയ്ക്കായി ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ കായിക രംഗത്തെ സമഗ്രമായ വളർച്ചയ്ക്ക് സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മിക്കും. ഇതിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. വാഴക്കാലക്കണ്ടം മരുതൂർ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 70 ലക്ഷം രൂപയുടെ പദ്ധതിക്കും ബജറ്റ് അംഗീകാരം നൽകി. വാളിയപ്പാടം മാറാടി റോഡും ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. മൂവാറ്റുപുഴ മാറാടി റോഡ് പുനരുദ്ധാരണത്തിന് 4 കോടി രൂപയുടെ പദ്ധതിക്കും അനുമതി ലഭ്യമായി. ബജറ്റിൽ ഇടം പിടിച്ച മറ്റു പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിനു മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.